രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ക്രൈംബ്രാഞ്ച്. മാധ്യമങ്ങളിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും ആരോപണം ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കും. പ്രത്യേക സംഘത്തെ നിയോഗിച്ചായിരിക്കും അന്വേഷണം. രാഹുലിനെതിരെയുള്ളത് കള്ളക്കേസാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, ഭീഷണിപ്പെടുത്തൽ, അശ്ലീല സന്ദേശം അയക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് രാഹുലിനെതിരായ ക്രൈംബ്രാഞ്ച് കേസ്. നേരിട്ട് പരാതി ലഭിക്കാത്തതിനാൽ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ആരോപണം ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കും. ആരെങ്കിലും നേരിട്ടോ അല്ലാതെയോ പരാതിയുമായി വരാൻ സാധ്യതയുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും പോലീസ് ലഭിച്ച പരാതികൾ കൂടി ക്രൈംബ്രാഞ്ച് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. പ്രത്യേക സംഘത്തെ നിയോഗിച്ചായിരിക്കും അന്വേഷണം. ക്രൈംബ്രാഞ്ച് റേഞ്ച് DYSP C ബിനുകുമാർ ചുമതല വഹിക്കും. സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിലുണ്ടാകും. രാഹുലിനെ ചോദ്യം ചെയ്യുന്നത് അടക്കം ഉടനുണ്ടാകുമെന്ന സൂചനയും അന്വേഷണ സംഘം നൽകുന്നു. പുറത്തു വന്ന ചാറ്റും ശബ്ദ സന്ദേശത്തിന്റെയും അടക്കം ആധികാരികത പരിശോധിക്കും. ഇതിനിടെ രാഹുലിനെതിരെ പോലീസ് കേസെടുത്തത് കള്ളക്കേസാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. പരാതിക്കാരും തെളിവുമില്ലാതെയാണ് കേസെടുത്തിരിക്കുന്നത്. കള്ളക്കേസ് ആരെടുത്താലും ഒരു പരാതിയില്ലാതെ, അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത് ഉൾപ്പെടെയുള്ള ശബ്ദരേഖ പുറത്തുവന്നത് ക്രൈംബ്രാഞ്ച് കേസിന് ആധാരമായിട്ടുണ്ട്. രാഷ്ട്രീയപരമായും നിയമപരമായും ഉപദേശങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ. ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും രാഹുലിനെതിരെ പരാതികൾ ലഭിച്ചിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.